ഹലോ അനിമേ ലവേഴ്സ്, നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്കിലെ 7ാമത്തെ എപ്പിസോഡാണ്, ദ ഫൈനൽ ബാറ്റിൽ. അപ്പോൾ നിങ്ങൾ ഇതിനു മുമ്പുള്ള എപ്പിസോഡ് കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു വലിയ പോഡ്കാസ്റ്റ് കൊടുത്തിട്ടുണ്ട്, അതുപോലെ മുകളിലെ ഐക്കാർഡിലും കൊടുക്കാം. സോ ഈ ഒരു യുദ്ധത്തോടെ നമ്മുടെ ഡീമൺ സ്ലെയർ ഇൻഫിനിറ്റി കാസിൽ ആർക്ക് അവസാനിക്കാൻ പോവുകയാണ്. അതായത് ഇൻഫിനിറ്റി കാസിൽ ആർക്കിന്റെ അവസാനത്തെ എപ്പിസോഡാണിത്. ഇൻഫിനിറ്റി കാസിൽ ആർക്കിന്റെ എന്നാണ് ഞാൻ പറഞ്ഞത്, അല്ലാതെ ഡീമൺ സ്ലെയറിന്റെ എന്നല്ല. ഇതിന് ശേഷവും കുറച്ച് കഥ വരുന്നുണ്ട്. ഇൻഫിനിറ്റി കാസിൽ ആർക്കിന്റെ അവസാനം ഏകദേശം എല്ലാം തീരും, ഒരു പ്രോപ്പർ എൻഡിങ് ഇതിന്റെ അവസാനം നമുക്ക് തരുന്നുണ്ട്. പക്ഷെ അതിലും കൂടുതൽ ഒരു ഹാപ്പി എൻഡിങ് അല്ലെങ്കിൽ ഒരു നെക്സ്റ്റ് ജനറേഷന്റെ സ്റ്റോറി എന്നൊരു രീതിയിലാണ് ഇതിന് ശേഷമുള്ള കഥ. അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡ് നമ്മൾ ചെയ്യുകയാണെങ്കിൽ അതുപോലെ ആയിരിക്കും ആ കഥ വരാൻ പോകുന്നത്. സോ അടുത്ത എപ്പിസോഡ് ചെയ്യണോ വേണ്ടയോ നിങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. അടുത്ത എപ്പിസോഡ് വലുതായിട്ടൊന്നുമില്ല, നമ്മൾ അറിയാതെ പോയ ചുരുക്കം ചില കാര്യങ്ങൾ മാത്രമേ അതിലുള്ളൂ. കൂടാതെ ഒരു ഹാപ്പി എൻഡിങ് കാണണോ എന്നുള്ളൊരു കമന്റ് ചെയ്യാം. പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു 5K ലൈക്ക് ചലഞ്ച് വെച്ചിരുന്നു, അത് നിങ്ങൾ എനിക്ക് ഒരാഴ്ച കൊണ്ട് തന്നു. അതുകൊണ്ട് ഈ ഒരു വീഡിയോയിലും ഒരു 5K ലൈക്ക് ചലഞ്ച് ഉണ്ട്. നിങ്ങൾ കഴിഞ്ഞ വീഡിയോയ്ക്ക് എങ്ങനെയാണോ ലൈക്ക് തന്നത് അതുപോലെ ഇതിന് ലൈക്ക് തന്ന് 5K ലൈക്ക് ചലഞ്ചിലേക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾ ലൈക്ക് ചെയ്യുന്ന സമയത്ത് എത്ര ലൈക്ക് എന്ന് കൂടെ കമന്റ് ചെയ്യണം. ഈ ഒരു ലൈക്കിന്റെ ബേസിലായിരിക്കും നമ്മൾ അടുത്ത എപ്പിസോഡ് അപ്ലോഡ് ചെയ്യുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. എന്നാ അനിമേ ലവേഴ്സ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു അനിമോ എക്സ്പോഷർ. എപ്പിസോഡിന്റെ തുടക്കത്തിൽ മൂസാനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ടാഞ്ചിറോ അവസാനത്തെ 13ാമത്തെ ഫോം കിട്ടാൻ വേണ്ടി അവൻ അറിയുന്ന എല്ലാ ഫോമും ഉപയോഗിക്കുന്നു. അപ്പോൾ ടാഞ്ചിറോയുടെ നീച്ചിനിസോട് ചുവന്ന കളറാവുന്നത് കാണുന്ന മൂസാൻ, ആ മനുഷ്യന്റെ അടുത്തെത്താൻ ഇതൊന്നും പോരാ, നിങ്ങൾ എത്ര ശ്രമിച്ചാലും അവന്റേതുപോലെ നിങ്ങൾക്ക് ആവാൻ പറ്റില്ല, നിങ്ങൾ അയാളുടെ അടുത്ത് പോലും എത്തിയിട്ടില്ല എന്ന് മൂസാൻ യുരിച്ചിയുടെ പവറിന്റെ അത്രയൊന്നും ഇവരൊന്നും എത്തിയിട്ടില്ല എന്നുള്ള രീതിയിൽ പറയുന്നു. കാരണം മൂസാന് നേരിട്ട് അനുഭവമുണ്ട്. ഒരു പ്രാവശ്യം അവനെ നേരിട്ട് കണ്ടപ്പോൾ വെട്ടി അരിഞ്ഞു വിട്ടതാണ്. മൂസാനെതിരെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാഞ്ചിറോ സൺ ബ്രീത്തിങ്ങിന്റെ 6th ഫോം വരെ ഉപയോഗിച്ചു. പക്ഷെ ഇത്രയൊക്കെ ചെയ്തപ്പോഴേക്കും ടാഞ്ചിറോയ്ക്ക് അവന്റെ ഹൃദയം പൊട്ടിപ്പോകുന്നത് പോലെയുണ്ട്. കാരണം സൺ ബ്രീത്തിങ്ങിന്റെ 12 ഫോം ഉപയോഗിക്കണമെങ്കിൽ അത്രത്തോളം പവർ വേണം. അവരത് നിർത്താതെ ചെയ്തുകൊണ്ടിരിക്കണം. സോ ശ്വാസം കൂടുതലായിട്ട് എടുക്കുമ്പോൾ അവർക്ക് ഹൃദയം പൊട്ടുന്നത് പോലെ അനുഭവപ്പെടും. അതാണ് ഇപ്പോൾ ടാഞ്ചിറോയ്ക്ക് സംഭവിച്ചത്. എന്നാലും ടാഞ്ചിറോ അവനുള്ള ശക്തി ഉപയോഗിച്ച് എങ്ങനെയെങ്കിലും ആ 12 ഫോം ചെയ്യാൻ ശ്രമിക്കും. ഇപ്പോൾ ടാഞ്ചിറോയുടെ കൂടെ നിന്ന് മൂസാനെ എതിർക്കാൻ ആരുമില്ല. ടാഞ്ചിറോ ഒറ്റയ്ക്ക് വേണം ഫൈറ്റ് ചെയ്യാൻ. ഓരോ പ്രാവശ്യം അനങ്ങും തോറും ടാഞ്ചിറോയ്ക്ക് അവന്റെ പവർ കുറഞ്ഞു വരുന്നുണ്ട്. ടാഞ്ചിറോ പതിയെ ക്ഷീണിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് മൂസാൻ ഒരു കാര്യം ശ്രദ്ധിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ പവർ കുറഞ്ഞ് ക്ഷീണിച്ചു വരുന്ന ടാഞ്ചിറോയെ അവന് കൊല്ലാൻ കഴിയുന്നില്ല. അപ്പോൾ ടാഞ്ചിറോയുടെ പവർ അല്ല കുറയുന്നത്, പകരം അവന്റേതാണെന്ന് അറിയുന്ന മൂസാൻ ഇതിന് കാരണം ടമായ വേണമെന്ന് മനസ്സിലാക്കി അവൻ അബ്സോർബ് ചെയ്തെടുത്ത ടമായയെ അവൻ റിലീസ് ചെയ്ത്, നീ എന്താ എന്നെ ചെയ്തേ, നീ ഉപയോഗിച്ച മരുന്ന് തിരിച്ചെന്നെ മനുഷ്യനാകുകയാണോ എന്ന് മൂസാൻ അവളോട് ചോദിക്കുന്നു. അതിന് ടമായോ പറയും, ഞാൻ നിനക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു തരില്ല, വേണമെങ്കിൽ നീ തന്നെ കണ്ടുപിടിച്ചോ എന്ന് ടമായ മൂസാനോട് പറയുന്നു. ശേഷം മൂസാൻ ടമായയുടെ സെൽസ് ഉപയോഗിച്ച് അവളുടെ മെമ്മറീസ് കാണുന്നുണ്ട്. അതിൽ ടമായോയും ഷിനോബുവും മൂസാനെ തിരിച്ച് മനുഷ്യനാക്കുന്ന മരുന്നുണ്ടാക്കുന്ന സമയത്ത്, അഥവാ ഇനി അവൻ മനുഷ്യനായിട്ടില്ലെങ്കിൽ അവർക്ക് അവനെ തോൽപ്പിക്കാൻ വേണ്ടി അവന്റെ വയസ്സ് കൂടുന്ന ഒരു മരുന്ന് അതിൽ ചേർത്തിട്ടുണ്ട്. ആ മരുന്ന് കാരണം ഒരു സെക്കൻഡിൽ അവന്റെ 50 വയസ്സ് കൂടും. ഈ ഒരു ഓർമ്മ കണ്ട് മൂസാൻ ഷോക്കായി. 3-4 മണിക്കൂർ മുമ്പാണ് ടമായോ ആ മരുന്ന് അവന്റെ ബോഡിയിലേക്ക് കുത്തിവെച്ചത്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ മൂസാന്റെ 9,000 വർഷം കടന്നുപോയെന്ന് മൂസാന് മനസ്സിലായി. ഇതുകൊണ്ടായിരുന്നു മൂസാൻ അവരെയൊന്നും കൊല്ലാൻ പറ്റാതിരുന്നത്. അല്ലെങ്കിൽ എപ്പോഴേ അവൻ ഹാഷിരാസിനെയൊക്കെ കൊന്ന് ഈ യുദ്ധം അവസാനിപ്പിച്ചേനെ. മൂസാന്റെ മുൻപിൽ ഒന്നുമല്ല. അവന്റെ ബോഡിയിൽ ഈ മരുന്ന് കുത്തിവെച്ചിട്ടില്ലായിരുന്നെങ്കിൽ മൂസാൻ എല്ലാവരെയും ഒരേ അടിക്ക് കൊന്നേനെ. ഇപ്പൊ ഈ ഒരു ഷോക്കിൽ മൂസാൻ ടാഞ്ചിറോയുടെ കൂടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ടാഞ്ചിറോ അങ്ങനെ അവസാനം സൺ ബ്രീത്തിങ്ങിന്റെ 12 ഫോമും ഉപയോഗിച്ചു. ശേഷം ടാഞ്ചിറോയ്ക്ക് അവനെ കൊണ്ട് സീ ത്രൂ വേൾഡിലൂടെ കാണാൻ പറ്റുന്നില്ല. കാരണം 12 ഫോം ഉപയോഗിച്ചതുകൊണ്ട് അവന്റെ ഓക്സിജൻ ലെവൽ കുറഞ്ഞു വന്നു. അതുകൊണ്ട് ടാഞ്ചിറോ അവന്റെ കാല് സ്ലിപ്പായി താഴേക്ക് വീഴാൻ പോകുന്നു. ഈ ഒരു സമയത്ത് അവനെ മൂസാൻ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ പെട്ടെന്ന് ഒബനായി ടാഞ്ചിറോയെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. നേരത്തെ മൂസാന്റെ അടുത്ത് നിന്ന് കിട്ടിയ അറ്റാക്കില് ഒബനായുടെ മുഖം കീറി അവന്റെ കാഴ്ച നഷ്ടപ്പെട്ടു. അവന്റെ 2 കണ്ണും കീറിയതുകൊണ്ട് അവനിനി കാണാൻ കഴിയില്ല. പക്ഷെ അവന്റെ കഴുത്തിലുള്ള പാമ്പ് അവനെ മുന്നോട്ട് കൊണ്ടുപോകും. അതായത് എവിടേക്ക് പോകണം, എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ആ പാമ്പ് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് ഇപ്പോ മൂസാന്റെ അറ്റാക്ക് മുഴുവൻ ഈ ഒരു ചെറിയ പാമ്പ് മനസ്സിലാക്കുന്നത് കണ്ട് മൂസാന് ദേഷ്യം വരും. ഇപ്പോൾ ടാഞ്ചിറോയും ഒബനായും ഒരുമിച്ച് വന്ന് മൂസാനെ അറ്റാക്ക് ചെയ്യുന്നു. മൂസാന്റെ പവർ കുറഞ്ഞു വരുന്നുണ്ടെങ്കിലും അവൻ ഇപ്പോഴും സ്ട്രോങ് ആണ്. ടാഞ്ചിറോയ്ക്ക് മൂസാനെ അറ്റാക്ക് ചെയ്യാൻ അവന്റെ സീ ത്രൂ വേൾഡ് കാണുന്നില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യുമെന്ന് ആലോചിച്ച് നിൽക്കുന്ന സമയത്താണ് മൂസാന്റെ ശരീരത്തിൽ ഒരുപാട് വെട്ട് കിട്ടിയ മാർക്ക് വരുന്നത്. മൂസാന്റെ ശരീരം മുഴുവൻ ഈ ഒരു വെട്ട് കിട്ടിയ മാർക്കുണ്ട്. ഇതൊരിക്കലും ഇപ്പൊ വന്ന മാർക്കല്ല, പകരം പണ്ട് യുരീച്ചി വെട്ടിയ മാർക്കാണ്. അത് കാണുന്ന ടാഞ്ചിറോ, അദ്ദേഹം ഈ സമയത്ത് ജീവിച്ചിരിപ്പില്ലെങ്കിലും ഒരു വിധേനെ അല്ലെങ്കിൽ മറ്റൊരു വിധേനെ ഞങ്ങൾക്ക് സഹായമാവുന്നുണ്ട് എന്ന് ടാഞ്ചിറോ പറയുന്നു. മൂസാനെ പണ്ട് യുരീച്ചി കണ്ട സമയത്ത് അദ്ദേഹത്തിന്റെ മുഖത്ത് യാതൊരു വികാരവും ഇല്ലായിരുന്നു. സങ്കടമോ സന്തോഷമോ ദേഷ്യമോ ഒന്നുമില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ ഭാര്യയെ കൊല്ലാൻ കാരണമായ മൂസാനാണ് തന്റെ മുന്നിൽ നിൽക്കുന്നത്. എന്നിട്ട് പോലും ഒരു തുള്ളി ദേഷ്യം അദ്ദേഹത്തിന്റെ മുഖത്തില്ലായിരുന്നു. ഇപ്പോ അന്ന് നടന്ന സംഭവം ആലോചിക്കുന്ന മൂസാൻ, ആദ്യമായിട്ട് ഞാൻ അവനെ കണ്ടപ്പോ ഒരു ശക്തി ഇല്ലാത്തവനെ പോലെയായിരുന്നു അവൻ. അവന് ദേഷ്യമോ ശക്തിയോ ഇല്ലായിരുന്നു. ഒരാളെ കൊല്ലാനുള്ള മാനസികാവസ്ഥ പോലും ഇല്ലായിരുന്നു. എന്നിട്ടും അവൻ എന്റെ കഴുത്ത് മുറിച്ച് എന്റെ ശരീരം മുഴുവൻ വെട്ടി. സൂര്യപ്രകാശം എന്റെ ശരീരത്തിൽ തട്ടിയാൽ എങ്ങനെ
എങ്ങനെയാണോ അതുപോലെ അവന്റെ ഓരോ വെട്ടും ഈ കഴിഞ്ഞ 100ഓളം വർഷങ്ങളായിട്ട് എന്നെ പൊള്ളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തുകൊണ്ടാണെന്ന് ദൈവത്തിന് പോലും അറിയില്ല എന്ന് പറയുന്ന മൂസാൻ, ശരിക്കുള്ള മോൺസ്റ്റർ ഞാനല്ല, അത് അവനാണ്, ദ റിയൽ മോൺസ്റ്റർ എന്ന് പറഞ്ഞ് മൂസാന്റെ ഒരു ഡയലോഗ് രോമ എണീറ്റ് നിന്നു. ഇനി വേറെ എന്ത് വേണം? ഇത് മതി അയാൾ ആരാണെന്ന് അറിയാൻ. ഇത്രയും വർഷമായിട്ടും അയാളെയാണ് മൂസാന് പേടി. മൂസാന്റെ പേടി സ്വപ്നം യൊരിച്ചി സുക്കിഗുനി. ഇപ്പൊ ഇവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടാഞ്ചിറോയ്ക്ക് ഇനി സീ ത്രൂ വേൾഡ് കാണണമെന്നില്ല. കാരണം മൂസാന്റെ ബോഡിയിൽ കാണുന്ന ആ മാർക്കാണ് അവന്റെ വീക്ക് സ്പോട്ട്. ആ സ്പോട്ട് കറക്റ്റ് ആയിട്ട് യൊരിച്ചി അവർക്ക് കാണിച്ചു കൊടുത്തിട്ടുണ്ട്. ശേഷം മൂസാന്റെ ബോഡിയിലുള്ള ഓരോ പാടും ഓരോരോ ഭാഗത്തേക്ക് അനങ്ങുന്നുണ്ട്. അത് മാറിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ അർത്ഥം മൂസാൻ അവന്റെ ബ്രെയിനും ഹാർട്ടും ഓരോ ഭാഗത്തേക്ക് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അത് മാറ്റിയിട്ടും കാര്യമല്ല. യൊരിച്ചി വെട്ടിയ പാട് അത് അതിന്റെ കൂടെ നീങ്ങും. അവൻ എവിടേക്കാണോ അവന്റെ ഓർഗൻസ് നീക്കുന്നത് അവിടേക്കെല്ലാം ഈ മാർക്കം പോവും. അതുകൊണ്ട് മൂസാനിന് രക്ഷയില്ല. ഇനി കുറച്ചു നേരം കൂടെ നിന്ന് അവർ മൂസാനെ ഭിത്തിയിലൊട്ടിക്കും. അത് മനസ്സിലാക്കുന്ന മൂസാൻ ഒരു പേടിത്തൊണ്ടനെ പോലെ അവിടുന്ന് തിരിഞ്ഞോടി. അവരെല്ലാവരും കഷ്ടപ്പെട്ട് അവരുടെ ജീവൻ വരെ കൊടുത്ത് മൂസാനെ കൊല്ലാൻ ശ്രമിച്ചിട്ട് ഇപ്പൊ അവൻ രക്ഷപ്പെട്ടു പോകാൻ ശ്രമിക്കുന്നത് കാണുന്ന ടാഞ്ചിറോ അവിടെ മരിച്ചു കിടക്കുന്ന ഡീമൺ സ്ലേസിന്റെ കത്തി മൂസാന്റെ ശരീരത്തിലേക്ക് എറിഞ്ഞ് അവന്റെ സ്പീഡ് കുറഞ്ഞ സമയത്ത് ഓടി വന്ന ഒബനായി മൂസാന്റെ കഴുത്തിലേക്ക് അവന്റെ കത്തി കുത്തിയിറക്കി. ശേഷം ടാഞ്ചിറോ അവന് യുഷിരോ കൊടുത്ത ഒരു താലിസ്മാൻ പേപ്പർ അത് ഒബനായിക്ക് കൊടുക്കുന്നു. ആ താലിസ്മാൻ പേപ്പർ ഉപയോഗിച്ച് ഒബനായിക്ക് കാണാൻ പറ്റും. ശേഷം രണ്ടുപേരും മൂസാനെതിരെ അറ്റാക്ക് ചെയ്യാണ്. മൂസാനെതിരെ അവർ ഫൈറ്റ് ചെയ്യുന്നതോറും മൂസാന്റെ പവർ കുറഞ്ഞു വരുന്നു. അതുപോലെ യുഷിരോയും ബാക്കിയുള്ള ആൾക്കാരും ചേർന്ന് പരിക്ക് പറ്റി കിടക്കുന്ന ഡീമൺ സ്ലേസിനെ എഴുന്നേൽപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അവരെപ്പോ വേണമെങ്കിലും എഴുന്നേറ്റ് വരാം. ഈ ഒരു സമയത്താണ് യുദ്ധം നടക്കുന്ന സ്ഥലത്തേക്ക് നെസുക്കോയും ഓടി വരുന്ന നെസുക്കോ പതിയെ മനുഷ്യനാവാൻ തുടങ്ങി. അതുപോലെ അവളുടെ പഴയ ഓർമ്മകളും അവൾക്ക് തിരിച്ചു കിട്ടുന്നുണ്ട്. അവളുടെ അമ്മ, അവളുടെ സഹോദരങ്ങൾ, അവരെങ്ങനെയാണ് ജീവിച്ചത്, അന്ന് രാത്രി മൂസാൻ വന്ന് അവളുടെ അമ്മയും സഹോദരങ്ങളെയും കൊന്നത്, അവൾ ഡീമണായിട്ട് മാറിയത്, എല്ലാ കാര്യവും ഓർമ്മ വന്നു. അങ്ങനെ നെസുക്കോ അവസാനം മുഴുവനായിട്ടും ഒരു മനുഷ്യനായി മാറി. ഇവിടെ ഇപ്പൊ മൂസാൻ രക്ഷപ്പെടാൻ വേണ്ടി പണ്ട് അവൻ യൊരീച്ചിയുടെ അടുത്ത് നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി എന്താണോ ചെയ്തത് അതുപോലെ ഇപ്പൊ അവന്റെ ബോഡി മുഴുവൻ പൊട്ടിത്തെറിപ്പിച്ച് അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്നു. പക്ഷേ മൂസാൻ അവന്റെ ബോഡി പൊട്ടിത്തെറിപ്പിക്കാൻ കഴിയുന്നില്ല. അവന്റെ ബോഡി അവന് സ്പ്ലിറ്റ് ആക്കാൻ സാധിക്കുന്നില്ല. അപ്പോഴാണ് മൂസാൻ ഒരു കാര്യം മനസ്സിലാവുന്നത്. എന്താണെന്ന് വെച്ചാൽ ടമായ അവന് കൊടുത്തത് 2 മരുന്നല്ല, പകരം 3 മരുന്നാണ്. 1 മനുഷ്യനാവാനുള്ള മരുന്ന്, 2 വയസ്സാവാനുള്ള മരുന്ന്, 3 അവന്റെ ബോഡി സ്പ്ലിറ്റ് ആവാതിരിക്കാനുള്ള മരുന്ന്. ഈ 3 മരുന്നാണ് ടമായ അവന് കൊടുത്തത്. ഇത് മനസ്സിലാക്കിയെടുക്കുന്ന മൂസാൻ പെട്ടെന്ന് ചോര ഛർദ്ദിക്കുന്നു. അപ്പോൾ അവന്റെ അകത്തുള്ള ടമായ അവനോട്, നിനക്ക് ഞാൻ 3 മരുന്നല്ല പകരം 4 എണ്ണമാണ് തന്നത്. അത് നിന്റെ ശരീരത്തിലുള്ള സെല്ലുകളെ മുഴുവൻ നശിപ്പിക്കുന്ന മരുന്നാണ്. നീ ഏറ്റവും കൂടുതൽ പേടിച്ചിരുന്ന ആ മരണം ഇപ്പൊ നിന്റെ കൺമുമ്പിലെത്തിയില്ലേ എന്ന് ടമായ അവന്റെ അകത്തിരുന്ന് മൂസാനോട് പറയുന്നു. ഇതൊക്കെ കേട്ട് ദേഷ്യം വരുന്ന മൂസാൻ ആവട്ടെ അവന്റെ ഒരു ഷോക്ക് വേവ് അറ്റാക്ക് ഉപയോഗിക്കുന്നു. അപ്പോൾ അവനെ അറ്റാക്ക് ചെയ്യാൻ വരുന്ന ടാഞ്ചിറോയും ഒബനായും ദൂരേക്ക് തെറിച്ചുപോയി. എന്നിട്ട് മൂസാൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ അവനെ ഈ പ്രാവശ്യം തടയാൻ വരുന്നത് നമ്മുടെ ഇനോസ്കിയും സെനിറ്റ്സു ആണ്. നേരത്തെ പരിക്ക് പറ്റിയ 2 പേരെയും യുഷിരോ ഗുണപ്പെടുത്തിയതുകൊണ്ട് അവർ 2 പേരും മൂസാനെ നിർത്താതെ അറ്റാക്ക് ചെയ്യുന്നു. ഇതേ സമയത്ത് യുഷിരോ ബാക്കിയുള്ള ഹാഷിരസിനെ റിക്കവർ ചെയ്ത് അവരും തിരിച്ചു വരുന്നുണ്ട്. മൂസാനെ നിർത്താതെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഇനോസ്കയും സെനിറ്റ്സുനെ പെട്ടെന്ന് മൂസാൻ അവന്റെ ഷോക്ക് വേവ് അറ്റാക്ക് ചെയ്യുന്നു. അങ്ങനെ സെനിറ്റ്സുവിന് അനങ്ങാൻ കഴിയുന്നില്ല. അതുപോലെ മൂസാന്റെ അടുത്തുള്ള ഇനോസ്കയെ അവൻ വീണ്ടും അറ്റാക്ക് ചെയ്യാൻ വരുന്നു. പെട്ടെന്ന് ടാഞ്ചിറോ സൺ ബ്രീത്തിങ് ഉപയോഗിച്ച് മൂസാനെ തടഞ്ഞു. മൂസാനെതിരെ ഫൈറ്റ് ചെയ്യുന്ന ഇവര് എപ്പോ വേണമെങ്കിലും ക്ഷീണിച്ച് താഴെ വീഴാം. കാരണം ഇവരെല്ലാവരും രാത്രി മുതൽ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ സെനിറ്റ്സു അവന്റെ കാലുകൊണ്ട് ഒരടി പോലും അനങ്ങാൻ കഴിയാതെ നിൽക്കുന്ന ഈ സമയത്ത് അവന്റെ മരിച്ചുപോയ മാസ്റ്ററിനെ മനസ്സിൽ വിചാരിച്ച് അവൻ വീണ്ടും അവന്റെ മുഴുവൻ ശക്തി എടുത്ത് മൂസാനെതിരെ ഫൈറ്റ് ചെയ്യാൻ ഇറങ്ങി. ഇതിനുശേഷം ടാഞ്ചിറോയ്ക്ക് ഇനി ഒരു അറ്റാക്ക് പോലും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ എത്തിയപ്പോ അവന്റെ കത്തി കൊണ്ട് അവൻ മൂസാനെ ഒരു ചുമര് ചേർത്ത് കുത്തിപ്പിടിച്ചു. പെട്ടെന്ന് അവിടേക്ക് വരുന്ന മിത്സൂരി അവളുടെ വെറും കൈ കൊണ്ട് മൂസാന്റെ കൈ പിടിച്ച് പറിച്ചെടുക്കുന്നു. അതുപോലെ മൂസാന്റെ മറ്റേ കൈ സനമി വന്ന് വെട്ടി. ഉടനെ മൂസാൻ രക്ഷപ്പെടാൻ വേണ്ടി ടാഞ്ചിറോയെ വിഴുങ്ങാൻ പോകുന്നു. പക്ഷെ ഒബനായി ടാഞ്ചിറോയുടെ ഇടയിൽ കയറി മൂസാനെ തടഞ്ഞു. ഈ ഒരു സമയത്താണ് സൂര്യൻ ഉദിച്ചു വരുന്ന കാര്യം മൂസാൻ കാണുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് രക്ഷപ്പെടാൻ വേണ്ടി മൂസാൻ വീണ്ടും അവർക്ക് നേരെ ഷോക്ക് വേവ് അറ്റാക്ക് ചെയ്യുന്നു. അതിൽ ഒബനായി, മിത്സൂരി, സനമി ഇവർ 3 പേരും തെറിച്ചു പോകുന്നു. അതുപോലെ ടാഞ്ചിറോയുടെ ഇടത്തെ കൈ മുഴുവനായിട്ട് നശിച്ചു. അതുകൊണ്ട് എങ്ങനെയെങ്കിലും മൂസാനെ കൊല്ലാൻ ടാഞ്ചിറോ അവന്റെ സോഡ് റെഡ് ആക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ അത്രയൊന്നും ശക്തി ടാഞ്ചിറോയ്ക്ക് ഇപ്പൊ ഇല്ലാത്തതുകൊണ്ട് അവൻ ആ സോഡ് റെഡ് ആക്കി മാറ്റാൻ കഴിയുന്നില്ല. ഉടനെ തന്നെ ടാഞ്ചിറോയുടെ സോഡ് ഗീവും വന്ന് പിടിച്ചതോടെ അത് പതിയെ റെഡ് ആയിട്ട് മാറുന്നുണ്ട്. ഇതേ സമയം തന്നെ സൂര്യൻ ഉദിക്കുന്നു. സൂര്യപ്രകാശം കണ്ട് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി മൂസാൻ അവന്റെ ബോഡി ഒരു വലിയ കുട്ടിയുടെ രൂപത്തിലേക്ക് മാറ്റി. അതായത് അവന്റെ ശരീരത്തിന് ഒന്നും സംഭവിക്കാതിരിക്കാൻ അവന്റെ ഫ്ലഷ് കൂട്ടി ഒരു വലിയ ജയന്റ് ആയിട്ടുള്ള കുട്ടിയുടെ രൂപത്തിലേക്ക് മാറി. ഇപ്പോൾ അതിന്റെ അകത്താണ് മൂസാൻ ഇരിക്കുന്നത്. കൂടാതെ മൂസാൻ അതിന്റെ അകത്തേക്ക് ടാഞ്ചിറോയെ വലിച്ചെടുക്കുന്നു. ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിക്കുന്ന ആ വലിയ ബോഡിയെ ബാക്കിയുള്ള എല്ലാ ഡീമൺ സ്ലേസും ചേർന്ന് അറ്റാക്ക് ചെയ്യുന്നു. അവർക്കിനി മരിച്ചാലും പ്രശ്നമില്ല, എങ്ങനെയെങ്കിലും മൂസാനെ കൊല്ലണം, അതാണ് എല്ലാവരുടെയും തീരുമാനം. പക്ഷെ അവരെ കൊണ്ട് ഒരു ഘട്ടത്തിൽ തടഞ്ഞു നിർത്താൻ കഴിയാതെ വരുമ്പോൾ സനമി ആ ജയന്റിനെ അറ്റാക്ക് ചെയ്ത് അതിന്റെ കൈ വെട്ടി. ഗ്യോമയോ അവന്റെ കൂടെയുള്ള ആൾക്കാരും ചേർന്ന് ഒരു ചങ്ങല കൊണ്ട് അതിനെ പിടിച്ചു വെക്കാൻ ശ്രമിക്കുന്നു. എന്നിട്ടും അത് മണ്ണിൽ കുഴിയെടുത്ത് എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ നോക്കുന്നു. ഉടനെ ഗിയും സനമിയും ഒബനായും അതിനെ ഒരുമിച്ച് വന്ന് അറ്റാക്ക് ചെയ്യും. പക്ഷെ എന്നിട്ടും അതിനൊന്നും സംഭവിക്കാതിരിക്കുന്ന ഈ സമയത്ത് അതിന്റെ അകത്തുള്ള ടാഞ്ചിറോ അവന്റെ റെഡ് നീച്ചറ്റിൻ സോഡ് കൊണ്ട് ആ ജയന്റിനെ കുത്തി. അങ്ങനെ അവസാനം ഇവരുടെ എല്ലാം അറ്റാക്കും സൂര്യപ്രകാശവും എല്ലാം ചേർന്ന് മൂസാൻ അങ്ങനെ ചാരമായി പോവുകയാണ്. 1000 വർഷത്തോളം മനുഷ്യന്മാരെ തിന്ന്
മനുഷ്യന്മാരെ ഡീമൺസ് ആക്കി മാറ്റി ഒരുപാട് പേരുടെ ജീവനെടുത്ത ഡീമൺ കിങ് മൂസാൻ അങ്ങനെ അവസാനം എന്നേക്കുമായി ഇല്ലാതായി. ഇതെല്ലാം ഒരുപാട് ഡീമൺ സ്ലേയേഴ്സിന്റെ അധ്വാനത്തിന്റെ ഫലം. ഒരുപാട് മരിച്ചുപോയ ഡീമൺ സ്ലേയേഴ്സിന് വേണ്ടി അവരുടെ ഫാമിലിക്ക് വേണ്ടി അവരെല്ലാവരും ചേർന്ന് മൂസാനെ കൊന്നു. മൂസാൻ മരിച്ചതുകൊണ്ട് എല്ലാവർക്കും സന്തോഷമായി. അവരൊക്കെ ആഘോഷിക്കുന്നു. ഇവിടെ മെഡിക്കൽ ടീം പരിക്ക് പറ്റിയ ആൾക്കാർക്ക് ട്രീറ്റ്മെന്റ് കൊടുക്കുന്നതിന്റെ ഇടയിൽ ഗ്യോമയെ ട്രീറ്റ്മെന്റ് ചെയ്യാൻ വരുന്ന ആൾക്കാരോട് ഗ്യോമെ പറയും, എന്റെ ദേഹത്ത് നിങ്ങൾ മരുന്ന് ഉപയോഗിക്കേണ്ട, അത് നിങ്ങൾ എന്റെ ദേഹത്ത് കുത്തിവെച്ച് വെറുതെ പാഴാക്കാതെ ആ വിലപ്പെട്ട മരുന്ന് ആവശ്യമുള്ള ആർക്കെങ്കിലും കൊടുക്ക്. ഞാനിപ്പോ മരിച്ചു പോകും, അതുകൊണ്ട് നിങ്ങൾ എന്നെ ട്രീറ്റ്മെന്റ് ചെയ്യേണ്ട ആവശ്യമില്ല പ്ലീസ്. ഇതാണ് എന്റെ അവസാനത്തെ ആഗ്രഹം. അപ്പൊ ഗ്യോമയുടെ മുൻപിൽ അവൻ പണ്ട് ഓർഫനേജിൽ വളർത്തി ഡീമൺ കാരണം മരിച്ചുപോയ കുട്ടികൾ അവന്റെ മുൻപിലേക്ക് വരുന്നുണ്ട്. ഇപ്പോഴാണ് ഗ്യോമയോട് അവരൊരു കാര്യം പറയുന്നത്. അന്ന് ഗ്യോമയെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു അവരാ ഡീമണിന്റെ അടുത്തേക്ക് ഓടിപ്പോയത്. കണ്ണു കാണാത്ത ഗ്യോമയ്ക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതുകൊണ്ട് അവനെ സഹായിക്കാൻ ആയുധങ്ങൾ എടുക്കാൻ വേണ്ടി ഒരു കുട്ടി ഓടിപ്പോയി. ആൾക്കാരെ സഹായത്തിന് വിളിക്കാൻ മറ്റൊരു കുട്ടി ഓടിപ്പോയി. അതുകൂടാതെ ഒരു പെൺകുട്ടി അവൻ മോൺസ്റ്റർ ആണെന്ന് പറഞ്ഞത് അത് അവനെ പറ്റി പറഞ്ഞതല്ല, പകരം അവിടെ വന്ന ഡീമണെ പറ്റി പറഞ്ഞതാണ്. പക്ഷെ സൂര്യപ്രകാശം വന്ന ആ ഡീമൺ ഇല്ലാതായതുകൊണ്ട് അവരെല്ലാവരും അത് ഗ്യോമയാണെന്ന് തെറ്റിദ്ധരിച്ചു. ഇതെല്ലാം പറഞ്ഞ് അവർ ഗ്യോമയോട് തങ്ങളെ നല്ലതുപോലെ നോക്കിയതിന് നന്ദി പറയുന്നു. എന്നിട്ട് അവനെ എല്ലാവരും ചേർന്ന് കൈപിടിച്ച് കൊണ്ടുപോകുന്നതോടെ ഗ്യോമെ ദ സ്ട്രോങ്ങസ്റ്റ് ഹാഷിര ഒരു ചെറിയ കണ്ണീരോടെ മരിച്ചു പോകുന്നു. ഇവിടെ ഒബനയുടെ മടിയിൽ കിടക്കുന്ന മിറ്റ്സൂരി, ഞാൻ ഇനി അധിക നേരമൊന്നും ഉണ്ടാവില്ല, ഞാൻ കുറച്ച് കഴിയുമ്പോൾ മരിച്ചു പോകും. അത് കേട്ട ഒബനായി, നീ മരിച്ചുപോയ പിന്നെ ഞാൻ ഇവിടെ എന്ത് ചെയ്യാനാ, ഞാനും നിന്റെ കൂടെ വരുന്നുണ്ട്. അതിന് മിറ്റ്സൂരി ഒബനായോട്, ഹേയ് വേണ്ട, നിങ്ങൾ വരണ്ട, നിങ്ങൾക്ക് നല്ലൊരു ജീവിതം ഇവിടെ ഇനിയും ബാക്കിയുണ്ട്. അതുപോലെ ഈ യുദ്ധത്തിൽ എനിക്ക് വലുതായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഭാരമായിട്ടിരുന്നതിന് എന്നോട് ക്ഷമിക്ക്. അത് കേട്ട ഒബനായി അവളുടെ കുട്ടിത്തത്തെയും അവളുടെ നല്ല മനസ്സിനെയും പറ്റി പറഞ്ഞ്, നിന്നെ കണ്ടുമുട്ടിയതിനു ശേഷമാണ് ഞാൻ എന്റെ പഴയ കാര്യങ്ങളെക്കുറിച്ച് മറന്ന് ഒരു മനുഷ്യനെ പോലെ ജീവിക്കാൻ തുടങ്ങിയത്, അതുകൊണ്ട് നീ എനിക്കൊരു ഭാരമല്ല. അത് കേട്ട് മിറ്റ്സൂരി കരഞ്ഞുകൊണ്ട് അവളുടെ സ്നേഹം ഒബനായോട് പറയുന്നു, നമ്മൾ രണ്ടുപേരും വീണ്ടും മനുഷ്യനായിട്ട് ഈ ഭൂമിയിൽ ജനിച്ചാൽ നിങ്ങൾ എന്നെ കല്യാണം കഴിക്കുമോ? അത് കേട്ട് ഒബനായി സങ്കടത്തോടെ, തീർച്ചയായിട്ടും, എന്നെപ്പോലെ ഒരുത്തനെ നിനക്ക് ഇഷ്ടപ്പെട്ടാൽ അന്ന് നമ്മൾ എന്തായാലും ഒന്നിക്കും, ഞാൻ നിന്നെ ഒരുപാട് സന്തോഷിപ്പിക്കും എന്ന് പറഞ്ഞ ഒബനായി അവളെ കെട്ടിപ്പിടിച്ച് ഇതുവരെ പറയാൻ പറ്റാതെ പോയ പ്രണയം തുറന്നു പറഞ്ഞ് രണ്ടുപേരും അവിടെ വെച്ച് മരിച്ചു പോകുന്നു. ഇവിടെ സനമി അവനിപ്പോ അവന്റെ സഹോദരങ്ങളെ കാണുന്നു, കൂടാതെ അവന്റെ അമ്മയെയും. എന്നിട്ട് അവൻ അമ്മയുടെ കൈ പിടിച്ച് അവരുടെ കൂടെ പോകാൻ തുടങ്ങുമ്പോൾ അവന്റെ അച്ഛൻ അവന്റെ കൈ പിടിച്ചു മാറ്റി, നിനക്ക് വരാൻ സമയമായിട്ടില്ല, നീ ഒരുപാട് ശക്തിയുള്ള ഒരുത്തനാണ്, നിനക്ക് ഇനിയും ചെയ്തു തീർക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അവനെ തിരിച്ച് തള്ളിയിടുന്നു. അങ്ങനെ ഒബനായി കൊക്കുഷിബോയും തോൽപ്പിച്ച് മൂസാന്റെ അടുത്തുനിന്നും രക്ഷപ്പെട്ട് ഫൈനലി അവന്റെ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. പരിക്ക് പറ്റിയ ഇനോസ്കിക്ക് ഒരു കുഴപ്പമില്ല. അതുപോലെ നിലത്ത് കിടക്കുന്ന സിനെറ്റ്സു, ഞാനെങ്ങാനും മരിച്ചു പോവുകയാണെങ്കിൽ എന്റെ ഭാര്യ നെസുക്കോയോട് പറയണം ഞാൻ അവളെ സ്നേഹിക്കുന്നുണ്ടെന്ന്, ഞാനൊരു ഹീറോയെ പോലെയാണ് മരിച്ചതെന്ന് അവളോട് പറയണം. അതിന് നെസുക്കോ നിന്റെ ഭാര്യയല്ലല്ലോ, ഇവനെന്ത് മണ്ടത്തര ഈ പറയുന്നേ എന്ന് അവനെ നോക്കുന്ന ആൾക്കാർ പറയുന്നു. ഇപ്പൊ എല്ലാവരും രക്ഷപ്പെട്ടു. പക്ഷേ ഒരുപാട് കഷ്ടപ്പെട്ട ടാഞ്ചിറോയുടെ ഹൃദയമിടിപ്പ് അവസാനം നിലച്ചു. അത് കാണുന്ന ഗിയു സങ്കടത്തോടെ കരഞ്ഞ്, എനിക്ക് പ്രിയപ്പെട്ട ഒരാളെ കൂടി എനിക്ക് നഷ്ടപ്പെട്ടല്ലോ, അവനെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ ഞാൻ തോറ്റുപോയി എന്ന് പറഞ്ഞ് ടാഞ്ചിറോയുടെ കൈ പിടിച്ച് ഗിയു കരയുന്നു. ഇപ്പോഴാണ് അവിടേക്ക് മനുഷ്യനായിട്ട് മാറിയ നെസുക്കോ തിരിച്ചു വരുന്നത്. അവൾ ഇതെല്ലാം കണ്ട് കരയുന്നു. ഇതേ സമയത്ത് ടാഞ്ചിറോ പെട്ടെന്ന് അവന്റെ മുറിഞ്ഞുപോയ ഇടത്തെ കൈ റീജനറേറ്റ് ചെയ്ത് അവിടെയുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്യുന്നു. ഇതെന്താണ് സംഭവിച്ചതെന്ന് വെച്ചാൽ നേരത്തെ മൂസാന്റെ അകത്ത് കുടുങ്ങിയ ടാഞ്ചിറോയ്ക്ക് അവന്റെ ഹൃദയമിടിപ്പ് നഷ്ടപ്പെട്ടു. എങ്കിലും മൂസാൻ അവന്റെ ആഗ്രഹം ടാഞ്ചിറോയിലൂടെ നടത്താൻ വേണ്ടി, അവന് വീണ്ടും ടാഞ്ചിറോയിലൂടെ ജീവിക്കാൻ വേണ്ടി അവന്റെ മുഴുവൻ പവറും അവന്റെ ബ്ലഡ് മുഴുവൻ ടാഞ്ചിറോയ്ക്ക് കൈമാറി. ടാഞ്ചിറോ ഡീമണായിട്ട് മാറിയാൽ സൂര്യപ്രകാശം അവനൊരു പ്രശ്നമല്ല, കാരണം സൺ ബ്രീത്തിങ് യൂസ് ചെയ്യുന്നതുകൊണ്ട് നെസുക്കോയെ പോലെ അവനും സൂര്യപ്രകാശത്തിൽ ഒന്നും സംഭവിക്കില്ല. ഇപ്പോൾ ടാഞ്ചിറോയെ കൺട്രോൾ ചെയ്യുന്നത് മൂസാനാണ്, മൂസാന്റെ ഓർമ്മകളാണ്. ഇവിടെ കാര്യങ്ങൾ ചെയ്യുന്ന ഒന്നും ടാഞ്ചിറോ അല്ല. ഇപ്പൊ ഡീമൺ കിങ് ആയിട്ട് മാറിയ ടാഞ്ചിറോയുടെ ദേഹത്ത് സൂര്യപ്രകാശം അടിക്കുമ്പോൾ അവന് പൊള്ളുന്നുണ്ട്. ആദ്യം നെസുക്കോയ്ക്ക് സംഭവിച്ചതുപോലെ. പക്ഷെ കുറച്ച് കഴിയുമ്പോൾ ആ പൊള്ളലൊക്കെ മാറി അവന് സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നിൽക്കാൻ കഴിയുന്നുണ്ട്. അവന്റെ ബോഡി സൂര്യപ്രകാശത്തിനോട് ഇണങ്ങി. ശേഷം ടാഞ്ചിറോ അവരെ എല്ലാവരെയും അറ്റാക്ക് ചെയ്യാൻ പോകുന്നു. അവരെ എല്ലാവരെയും കൊല്ലണമെന്നാണ് അവന്റെ മനസ്സിൽ വരുന്ന ഓർമ്മ. ഇപ്പോൾ ടാഞ്ചിറോ അവരെ അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ അവർക്ക് തിരിച്ച് അറ്റാക്ക് ചെയ്യാനുള്ള പവർ ഇല്ല. ഇത്രയും നേരം ഫൈറ്റ് ചെയ്ത് അവർക്ക് ടാഞ്ചിറോയെ എതിർക്കാൻ കഴിയില്ല. കൂടാതെ അത് ടാഞ്ചിറോയാണ്. അവർക്ക് അവനെ അറ്റാക്ക് ചെയ്യാൻ എങ്ങനെ മനസ്സ് വരും? ആർക്കും അവനെ ഒന്നും ചെയ്യാൻ കഴിയില്ല. അവരെല്ലാവരും ബ്രദേഴ്സിനെ പോലെയായിരുന്നു. പക്ഷെ ഒന്നും ഓർമ്മയില്ലാത്ത ടാഞ്ചിറോ അവരെ അറ്റാക്ക് ചെയ്ത് കൊല്ലാൻ വരുമ്പോഴാണ് നെസുക്കോ ഓടി വന്ന് അവനെ കെട്ടിപ്പിടിക്കുന്നത്. എന്നോട് ക്ഷമിക്ക്, നിങ്ങൾക്കൊരു ഭാരമായതിനെ എന്നോട് നിങ്ങൾ ക്ഷമിക്ക്. എന്താ നല്ല ആൾക്കാർക്ക് മാത്രം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? തുടക്കം മുതലേ നിങ്ങൾ എല്ലാ വേദനയും സഹിച്ച് വളരെയധികം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി മതി, നിങ്ങൾ ഡീമൺ ആവണ്ട, തിരിച്ചു വാ എന്ന് പറഞ്ഞ് നെസുക്കോ പറയുന്ന സമയത്ത് ടാഞ്ചിറോ അവളെ മുറുക്കി കെട്ടിപ്പിടിച്ച് കടിക്കുന്നു. അപ്പോൾ ഇനോസ്കിയും സിനിറ്റ്സും ടാഞ്ചിറോയുടെ അടുത്ത് വന്ന് അവനോട് പഴയതുപോലെ മാറാൻ പറയുന്നു. പെട്ടെന്ന് ടാഞ്ചിറോ അവർക്ക് നേരെ ഒരു ഷോക്ക് വേവ് അറ്റാക്ക് ചെയ്യാണ്. അതിൽ ആർക്കും അവന്റെ അടുത്തേക്ക് വരാൻ പോലും പറ്റുന്നില്ല. അതുപോലെ മൂസാൻ ഉണ്ടായിരുന്നതുപോലെ ടാഞ്ചിറോയ്ക്കും ഒരുപാട് ടെന്റക്കിൾസ് വരുന്നുണ്ട്. ശേഷം ടാഞ്ചിറോയുടെ രണ്ടാമത്തെ അറ്റാക്ക് നെസുക്കോ തടയുന്നത് കൊണ്ട് അവളുടെ കയ്യിൽ നിന്ന് ചോര വരുന്നുണ്ട്. പക്ഷെ അതിന്റെ മണം കിട്ടിയിട്ട് പോലും ടാഞ്ചിറോ അവളെ ഒന്നും ചെയ്യുന്നില്ല. അത് കാണുന്ന ഗിയുവിന് അപ്പോഴാണ് ടാഞ്ചിറോയുടെ അകത്ത് അവൻ തന്നെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം മനസ്സിലാവുന്നത്. അതായത് ടാഞ്ചിറോ മൂസാന്റെ കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുകയാണ്. ഇവിടെ കാനോയുടെ അടുത്ത് ഡീമണെ തിരിച്ച് മനുഷ്യനാക്കുന്ന ഒരു മരുന്ന് കൂടെ ബാക്കിയുണ്ട്. നേരത്തെ മൂസാൻ ഒന്നും സംഭവിച്ചിട്ടില്ലെങ്കിൽ ഇത് വീണ്ടും ഉപയോഗിക്കാൻ വേണ്ടിയാണ് അവർ കയ്യിൽ കരുതിയത്. ഇപ്പൊ കാനോ അവളുടെ പവറൊക്കെ ഉപയോഗിച്ച് ആ മരുന്ന് ടാഞ്ചിറോയുടെ ദേഹത്ത് കുത്തിവെക്കുന്നു. ടാഞ്ചിറോയുടെ അകത്ത് അവൻ മൂസാന്റെ കൺട്രോളിൽ നിന്ന് പുറത്തേക്ക് പോകാൻ
ശ്രമിക്കുമ്പോൾ മൂസാൻ എങ്ങനെയെങ്കിലും പറഞ്ഞ് ടാൻജിറോയെ പിടിച്ചു നിർത്താൻ നോക്കുന്നു. നീ ഇപ്പോൾ ഒരു ഡീമൺ ആയിട്ട് മാറി, അതുപോലെ തന്നെ നിനക്കിപ്പോൾ സൂര്യപ്രകാശത്തിൽ ഇറങ്ങി നടക്കാനും പറ്റും. പുറത്തേക്ക് പോയാൽ ആരുണ്ട്? നിന്റെ ഫാമിലിയോ ആരെങ്കിലും ഉണ്ടോ? അതുകൊണ്ട് നീ ഇങ്ങനെ തന്നെ തുടർന്നോ എന്ന് മൂസാൻ ടാൻജിറോയോട് പറയുമ്പോൾ ടാൻജിറോ അവൻ പറയുന്നതൊന്നും കേൾക്കാതെ പുറത്തേക്ക് വീണ്ടും പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ മൂസാൻ അവനെ വിടുന്നില്ല. അപ്പോൾ ടാൻജിറോ ഇഷ്ടപ്പെടുന്ന, ടാൻജിറോയ്ക്ക് അറിയുന്ന മരിച്ചുപോയ എല്ലാവരും ടാൻജിറോയെ താങ്ങി പുറത്തേക്ക് കടത്തി വിടുന്നു. അത് കണ്ട് മൂസാൻ ടാൻജിറോയെ വിടുന്നില്ല. ടാൻജിറോയുടെ കാല് പിടിച്ച്, എടാ മോനെ ടാൻജിറോ, ഏട്ടൻ നിന്റെ നല്ലതിന് വേണ്ടിയല്ലേടാ പറയുന്നേ, ഇവിടെ ഇരുന്നോ, നിനക്ക് നല്ലത് മാത്രമേ വരുള്ളൂ. എടാ ടാൻജിറോ കുട്ടാ, പ്ലീസ്, നിനക്ക് മാത്രമേ ഇത് ചെയ്യാൻ കഴിയുള്ളൂ. നിനക്കറിയില്ലേ, നീ ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ടവനാണ്, അതുകൊണ്ട് പോവല്ലേടാ മോനെ എന്ന് പറഞ്ഞ് ടാൻജിറോയുടെ കാല് പിടിച്ച് മൂസാൻ കരഞ്ഞു മെഴുകും. ഇത്രയും നേരം വില്ലത്തരം കാണിച്ച് നടന്നവൻ ഇപ്പൊ ടാൻജിറോയുടെ കാല് പിടിക്കുന്നു. ജീവിക്കാൻ വേണ്ടി എന്തും ചെയ്യുന്നവൻ, അതാണ് മൂസാൻ. മൂസാന്റെ ഈ ഒരു കരച്ചിൽ കണ്ടപ്പോ ചെറിയൊരു സാറ്റിസ്ഫാക്ഷൻ കിട്ടി. അതുപോലെയാണ് അവൻ കരഞ്ഞു മെഴുകിയത്. സോ ഇപ്പൊ ടാൻജിറോ അവസാനം മൂസാന്റെ കൺട്രോൾ വിട്ട് തിരിച്ചു മനുഷ്യനായിട്ട് വന്നു. ബോധം വരുന്ന ടാൻജിറോയെ കണ്ട് എല്ലാവരും സന്തോഷിക്കുന്നു. ഇതിനുശേഷം 3 മാസം കഴിഞ്ഞ് ടാൻജിറോ കണ്ണു തുറക്കുന്നു. അപ്പോൾ അവന്റെ തൊട്ടടുത്ത് നെസുക്കോയും ഇനോസ്കയും സെനിറ്റ്സും ഉണ്ട്. ഇപ്പൊ ടാൻജിറോയ്ക്ക് അവന്റെ വലത്തെ കണ്ണ് കാണില്ല. പൂർണ്ണമായിട്ടും അവന്റെ വലത്തെ കണ്ണ് ബ്ലൈൻഡ് ആയി. കൂടാതെ ഡീമൺ ആയിട്ട് മാറിയ സമയത്ത് റീജനറേറ്റ് ആയി വന്ന അവന്റെ ഇടത്തെ കൈ മുഴുവനായിട്ടും പ്രവർത്തിക്കില്ല. കാരണം ഡീമൺ പവർ കിട്ടിയപ്പോ വന്ന കൈ ആയതുകൊണ്ട് ആ പവർ പോയപ്പോ അത് തിരിച്ചുപോയി. ടാൻജിറോയ്ക്ക് ആ കൈ കൊണ്ട് മുറുക്കി പിടിക്കാനൊന്നും പറ്റില്ല. ശേഷം ടാൻജിറോയുടെ അടുത്തേക്ക് യുഷിരോ കാണാൻ വരുന്നു. എന്നിട്ട് അവൻ ടാൻജിറോയോട് അവൻ അവിടുന്ന് പോവാണെന്നുള്ള കാര്യം പറയുന്നു. ഈ ലോകത്തിന് ആകെ ബാക്കിയുള്ള ഒരേ ഒരു ഡീമൺ അത് യുഷിരയാണ്. അങ്ങനെ ടാൻജിറോയോട് യാത്ര പറഞ്ഞ് യുഷിരോ അവിടെ നിന്ന് പോയി. ഇവിടെ ഇപ്പൊ കിരിയ ഉബുയേഷിക്ക് തന്റെ മുൻപിലിരിക്കുന്ന അവസാനത്തെ ഹാഷിരമാരോട് ഡീമൺ സ്ലെയർ ഡിസ്ബാൻഡ് ചെയ്യാണെന്ന് പറയുന്നു. മൂസാനെ കൊല്ലാൻ വേണ്ടി തുടങ്ങിയ ഡീമൺ സ്ലെയർ അവസാനം അവർ ഇത്രയും വർഷത്തിന് ശേഷം മൂസാനെ കൊന്നു. ഡീമൺ സ്ലെയറിന്റെ ലക്ഷ്യം അവസാനം നടന്നു. അതുകൊണ്ട് ബാക്കിയുള്ള 2 ഹാഷിരമാരോട് ഇത്രയും കാലം കൂടെ നിന്നതിനും ഒരുപാട് കഷ്ടപ്പെട്ടതിനും എല്ലാത്തിനും വേണ്ടി നന്ദി പറഞ്ഞ് കിരിയ ഉബുയേഷിക്ക് ഡീമൺ സ്ലെയർ പിരിച്ചുവിട്ടു. ഒരുപാട് സങ്കടം ഉണ്ടെങ്കിലും ഇനി ഡീമൺ സ്ലെയർ തുടർന്ന് പ്രവർത്തിക്കുന്നതിന് ഒരർത്ഥമില്ല. അതുകൊണ്ട് അവർക്കിത് പിരിച്ചുവിട്ടേ പറ്റുള്ളൂ. ഇപ്പൊ 3 മാസത്തിന് ശേഷം ബോധം വന്ന ടാൻജിറോയെ കാണാൻ ടെങ്കൻ, അവന്റെ 3 ഭാര്യമാര്, അതുപോലെ റെങ്കോക്കുവിന്റെ അച്ഛൻ, അനിയൻ, സോർഡ് സ്മിത്ത് വില്ലേജിലെ സോർഡ് സ്മിത്തുകള് എല്ലാവരും ടാൻജിറോയെ വന്ന് കാണുന്നു. മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഇനോസ്കെ അവന് വേണ്ട ഭക്ഷണം ആരും കാണാതെ കട്ട് തിന്നുന്നു. അപ്പോൾ അത് കനോ കണ്ടുപിടിച്ചു. എന്നിട്ട് അവൾ അവനോട് ഇതിങ്ങനെ ആരും കാണാതെ ഒളിച്ചു തിന്നൊന്നും വേണ്ട, ഇവിടെയുള്ള എല്ലാം നിങ്ങൾക്ക് തന്നെയാണ് എന്ന് പറഞ്ഞ് അവിടെയുള്ള ഫുഡ് അവനെടുത്ത് കൊടുത്തു. ഇങ്ങനെ അവരുടെ രണ്ടുപേരുടെയും ചെറിയ മുമ്പിന്റെ അവിടെ നടന്നു പോകുമ്പോൾ മറ്റൊരു ഭാഗത്ത് ടാൻജിറോയും കനവും മാറി നിന്ന് സംസാരിക്കുന്നു. ആ സമയത്ത് സനമി നെസുക്കോയെ വന്ന് കാണുന്നുണ്ട്. എന്നിട്ട് സനമി അവളോട് പണ്ട് ഞാൻ നിന്നോട് അങ്ങനെ പെരുമാറിയതിന് എന്നോട് നീ ക്ഷമിക്ക്. അതിന് നെസുക്കോ ഹേയ് അതിന്റെ ഒന്നും ആവശ്യമില്ല എന്ന് പറഞ്ഞ് അവൾക്ക് അവനോട് ദേഷ്യമൊന്നുമില്ല, അവൻ ചെയ്തതിന് യാതൊരു പ്രശ്നവുമില്ല എന്ന രീതിയിൽ അവനോട് സംസാരിക്കുന്നു. അപ്പൊ സനമിക്ക് നെസുക്കോയെ കാണുമ്പോൾ അവന്റെ അനിയൻ ഗന്നിയെ പോലെ തോന്നുന്നുണ്ട്. അതുകൊണ്ട് അവൻ സ്നേഹത്തോടെ നെസുക്കോയുടെ തലയിൽ തടവിയിട്ട് അവിടെ നിന്ന് പോകുന്നു. സത്യത്തിൽ നമ്മൾ കണ്ടതുപോലെ സനമി ദേഷ്യമുള്ള ഒരാളല്ല. അവൻ കടന്നു വന്ന സാഹചര്യം കൊണ്ടാണ് ആദ്യം അവൻ നെസുക്കോയോട് അങ്ങനെയൊക്കെ പെരുമാറിയത്. ശരിക്കും സനമി പാവാണ്, അവന് നല്ലൊരു മനസ്സുണ്ട്. സ്വന്തമെന്ന് വിചാരിച്ച എല്ലാവരെയും നഷ്ടപ്പെട്ട ഒരാൾക്ക് കുറച്ച് ദേഷ്യമൊക്കെ ഉണ്ടാവും. അത്രയാണ് സനമിക്ക് സംഭവിച്ചത്. ഇനി നമ്മുടെ ടാൻജിറോയും നെസുക്കോയും മാസ്റ്റർ ഉറോക്കോഡാക്കിയും ഗിയുവിനെയും കാണുന്നു. മാസ്റ്റർ ഉറോക്കോഡാക്കി ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് നെസുക്കോയും ടാൻജിറോയും ഇല്ല. ടാൻജിറോ വരുന്നതുവരെ നെസുക്കോയെ പ്രൊട്ടക്ട് ചെയ്ത് അവനെ ട്രെയിനിങ് ചെയ്ത് ഇത്രയും കൊണ്ടെത്തിച്ചത് മാസ്റ്റർ ഉറോക്കോഡാക്കിയാണ്. അതുകൊണ്ട് പുള്ളിക്കാരനെ കാണുന്ന 2 പേർക്ക് സന്തോഷമായി. ശേഷം അവരെല്ലാവരും മരിച്ചുപോയ ആൾക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവർ 2 പേരും എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചു വരുന്നു, ടാൻജിറോയുടെ വീട്ടിലേക്ക്. അവര് 2 പേരും മാത്രമല്ല, കൂടെ ഇനോസ്കയും സെനിറ്റ്സും ഉണ്ട്. അങ്ങനെ വീട്ടിലേക്ക് തിരിച്ചു വരുന്ന വഴിയിൽ വെച്ച് ടാൻജിറോയും നെസുക്കോയും നമ്മൾ പണ്ട് ഫസ്റ്റ് എപ്പിസോഡിൽ വെച്ച് കണ്ട സാബുറോയെ കാണുന്നു. അന്ന് രാത്രി ടാൻജിറോയുടെ വീട്ടിലേക്ക് പോകണ്ട, ഇന്ന് നീ ഇവിടെ താമസിച്ചോ എന്നൊരൊറ്റ ഡയലോഗ് അദ്ദേഹത്തിന് ഉണ്ടായിരുന്നുള്ളൂ. അയാൾ ഇല്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ മുഴുവൻ ഡീമൺ സ്ലെയർ തന്നെ ഉണ്ടാവില്ല. പുള്ളിക്കാരന് വേണം നന്ദി പറയാൻ. ഇപ്പോൾ അയാളെ കാണുന്ന ടാൻജിറോയും നെസുക്കോയും ഓടി വന്ന് സന്തോഷത്തോടെ കെട്ടിപ്പിടിക്കുന്നു. ശേഷം അവരെല്ലാവരും ആ പഴയ വീട്ടിലേക്ക് എത്തി, ഈ കഥ ആരംഭിച്ച വീട്ടിലേക്ക്. ഇനി ഇവർ 4 പേരുമാണ്, അതായത് ടാൻജിറോ, നെസുക്കോ, ഇനോസ്കെ, സെനിറ്റ്സു. ഇവർ 4 പേരും ഈ കമാഡോ ഫാമിലിയുടെ വീട്ടിലാണ് താമസിക്കാൻ പോകുന്നത്. ഇങ്ങനെ അവരെല്ലാവരും ചേർന്ന് അവിടെ സന്തോഷത്തോടെ താമസിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഡീമൺ സ്ലെയർ അങ്ങനെ അവസാനിക്കുന്നു. സോ അങ്ങനെ ഡീമൺ സ്ലെയർ അവസാനിച്ചു. മുഴുവനായിട്ടും അവസാനിച്ചു എന്ന് ചോദിച്ചാൽ ഏറെക്കുറെ അവസാനിച്ചു. ഇനി അവരുടെ നെക്സ്റ്റ് ജനറേഷൻ, അതായത് മരിച്ചുപോയ ആൾക്കാർ, തലമുറയായിട്ട് ജനിച്ചു വന്ന ആൾക്കാർ, അവരൊക്കെ മോഡേൺ കാലഘട്ടത്തിൽ എങ്ങനെ ജീവിക്കുന്നു, അവരൊക്കെ ആരൊക്കെയാണ് എന്നൊക്കെ കാണിക്കുന്ന ഒരു ചെറിയ ഭാഗം കൂടിയുണ്ട്. അത്ര വലുതല്ല, എന്നാലും ചെറിയൊരു ഭാഗം. അതും കൂടെ വേണമെങ്കിൽ നമുക്ക് ഉൾപ്പെടുത്താം. അതും കൂടെ തീർന്ന ഈ ഡീമൺ സ്ലെയർ മുഴുവനായിട്ട് അവസാനിക്കും. അതുപോലെ എന്തോ ഒരു വലുത് അവസാനിച്ചതുപോലെ നമ്മുടെ ഈ ഒരു ഡീമൺ സ്ലെയർ ജേണി ഒട്ടും ചെറുതല്ല. ഒരുപാട് വർഷം ഞാൻ ഈ ഡീമൺ സ്ലെയറിന്റെ വീഡിയോസായിട്ട് വന്നപ്പോൾ കൂടെ ഉണ്ടായിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി. ഞാൻ വീണ്ടും പറയുന്നു, നമുക്ക് ഈ ഡീമൺ സ്ലെയർ മാത്രമല്ല, വൺ പീസ് എന്ന് പറയുന്ന ഒരു മാസ്റ്റർ പീസ് ഐറ്റം ഉണ്ട്. അതിനെപ്പറ്റി ഒരിക്കലും പറഞ്ഞ് ബോധിപ്പിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നമുക്കിനി വൺ പീസും കൂടെ മറ്റു പല അനിമേസും ചെയ്ത് മുന്നോട്ട് പോവാം. എല്ലാവരും നമ്മുടെ കൂടെ ഉണ്ടാവണം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയ്ക്ക് വേണ്ടി ഞാനൊരു ചെറിയ ചലഞ്ച് വെച്ചിട്ടുണ്ട്. അത് കംപ്ലീറ്റ് ആയ ഉടൻ തന്നെ ആ വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുകൊണ്ട് ലൈക്ക് ചെയ്യാത്തവരൊക്കെ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോ കാണാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. എന്നാ അടുത്തൊരു വീഡിയോയുമായി കാണുന്നതുവരെ അനിമേ ലവേഴ്സ്, ഇറ്റ്സ് മീ അനിമോ.